ഡ്രൈവിങ്ങിൽ ആർക്കും ഒരു ക്ഷമയില്ല എന്നുള്ളതാണ്. അപ്പോൾ റോഡ് സുരക്ഷയെക്കുറിച്ച് ഒരു ബോധമില്ലാത്ത ഒരവസ്ഥ, അതും ഇപ്പം നേരത്തെ അതിൽ പറഞ്ഞ മാതിരി പല വിധത്തിലുള്ള വാഹനങ്ങൾ വളരെ സ്പീഡിൽ ഈ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരുന്ന കുട്ടികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ റോഡിൽ കടന്നു പോവുക. അപ്പോൾ ഒരു റോഡ് സേഫ്റ്റി എന്നുള്ള ഒരു കൺസെപ്റ്റില്ല. ഈ ഡ്രൈവർമാർക്ക് വല്ല ട്രെയിനിങ് പരിശീലനം കൊടുക്കാനും അതുമാതിരി തന്നെ പൗരന്മാർക്കും അങ്ങനെ ഒരു കൺസെപ്റ്റ് വല്ലതും വികസിപ്പിച്ചെടുക്കാൻ. കോഴിക്കോട്ട് ഇപ്പോൾ ഒരു 3 മാസമായിട്ട് ഞങ്ങളുടെ ഈ വിഭാഗങ്ങളെ കൂട്ടി യോജിപ്പിൻ്റെ പ്രവർത്തനം നടത്തുന്നുണ്ട്. നാഷണൽ ഹൈവേ, PWD, വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ്, പോലീസ്, കോർപ്പറേഷൻ, ഇവയെല്ലാം ചേർന്നുകൊണ്ടൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ മാസത്തിൽ ഒരു തവണ യോഗം ചേരാറുണ്ട്. പ്രധാനമായിട്ടും ഊന്നൽ നൽകുന്നത് ഇതുപോലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പോലീസിൻ്റെ ട്രാഫിക് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യം, അതുപോലെ നഗരത്തെ ഒരു സൗന്ദര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ. പലപ്പോഴും കോർപ്പറേഷൻ ചെയ്യുമ്പോൾ NH തടയും, NH തടയുമ്പോൾ PWD തടയും. അപ്പോൾ അവരുടെയൊക്കെ റോഡാണ് ഞങ്ങളടുത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലയിലുള്ള സമീപനം സ്വീകരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു കോർഡിനേഷൻ ഉണ്ടാക്കണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഈ സംവിധാനം ഏർപ്പെടുത്തിയത്. അത് വളരെ ഫലപ്രദമായി തോന്നുകയാണ്. പലപ്പോഴും ഈ ട്രാഫിക് സംവിധാനത്തെ സംബന്ധിച്ചാണ് ആക്ഷേപങ്ങൾ ഉണ്ടാവാറുള്ളത്. ഞങ്ങളിപ്പോൾ 2-3 യോഗങ്ങളായിട്ട് കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ നടപ്പിലാവുന്നതോടുകൂടി ഒരു മോശമില്ലാത്ത രീതിയിലുള്ള ഒരു 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 എന്താ പരിഹാരം അതിനുണ്ടാവുമെന്നാണ് തോന്നുന്നത്. തുടർച്ചയായിട്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡ്രൈവർമാർക്കും പൊതുജനങ്ങൾക്കും അവയർനെസ് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കുറേ കൂടി ഒരു ബോധവൽക്കരണം നടത്താൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുമെന്നായിരിക്കും തോന്നുന്നത്. ഒരു ചോദ്യം കൂടി, അത് താങ്കളുടെ ഒരു മേയർ എന്നുള്ള നിലയിലല്ല, ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ചോദിക്കാനാണ്. ഈ ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണല്ലോ. അത് വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റി ആണെന്ന് എനിക്കറിയാം. 1936 മറ്റേ വാഗ്ബടാനന്ദന്റെ നേതൃത്വത്തിൽ അദ്ദേഹം തുടങ്ങിയതാണ്. വാഗ്ബടാനന്ദൻ തുടങ്ങിയ അതുപോലെ മാതൃകാപരമായിട്ടുള്ള ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് വരാത്തതാണ്? 2 കാര്യങ്ങളുണ്ട്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇപ്പോൾ ഇവിടെ 2 കൂടി രൂപീകരിച്ചിട്ടുണ്ട് കോഴിക്കോട്ട്. അപ്പോൾ ഇതുപോലെ അത് പ്രശസ്തമായ രീതിയിലേക്ക് വളർന്നു വന്നിട്ടില്ല. ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തന്നെ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഒരു വിഷമം ലേബേഴ്സിന് കിട്ടാനില്ല എന്നുള്ളതാണ്. ലേബേഴ്സിന് കിട്ടാൻ അവർ പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ സൂചിപ്പിക്കേണ്ടായി, അവർക്ക് ആവശ്യമായ ലേബേഴ്സിന് കിട്ടാനില്ല. കാരണം ഏറ്റവും അധികം നല്ല ശമ്പളം കൊടുക്കുന്ന ശമ്പളത്തിൽ കൂലി അവർ 400-450 രൂപ ദിവസം കൂലി കൊടുക്കുന്നുണ്ട്. 20% ബോണസ് കൊടുക്കുന്നുണ്ട്. പ്രൊവിഡന്റ് ഫണ്ട്, സ്ഥിരമായ കൂലി, സുരക്ഷ, ആരോഗ്യ സുരക്ഷയുണ്ട്, ഭക്ഷണം സ്പോട്ടിൽ കിട്ടും. അപ്പൊ എന്താ അതിന്റെ ഗുഡൻസ് എന്താണ്? എന്നിട്ടും അവിടേക്ക് തൊഴിലാളികൾ വരാൻ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ കൂടുതലും ആൾക്കാർക്ക് ഇപ്പൊ നല്ല നിലയിലുള്ള തൊഴിലുണ്ടെന്നാണോ അതിന്റെ അർത്ഥം? അതുകൊണ്ട് ഇതിൽ വരുന്നില്ല. ചില ജോലികൾ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ പ്രദേശത്തും ചെയ്യാൻ ആൾ തയ്യാറല്ല. ഇതിനേക്കാൾ മോശമായ അവസ്ഥയിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇതിനേക്കാൾ ദുഷ്കരമായ ജോലി ചെയ്യാൻ, ചിലപ്പോൾ ഇതേ വേതനത്തിൽ ചെയ്യാൻ നമ്മുടെ ചെറുപ്പക്കാർ തയ്യാറാവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് അവരുള്ളത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോകുന്നത്. താങ്ക് യു. മാസത്തിലൊരിക്കൽ പല ഏജൻസികൾ കൂടിയിരുന്ന് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ നഗരവികസനം ഒരു മാസ്റ്റർ പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ടാണോ ചെയ്യുന്നത്? ഇപ്പോൾ പ്രധാനമായിട്ട് നഗരത്തിൽ എവിടെയൊക്കെയാണ് ഭൂഗർഭമായി സ്ഥിതി ചെയ്യുന്ന യൂട്ടിലിറ്റീസിൻ്റെ സ്ഥാനങ്ങളൊക്കെ അറിയാമോ നഗരസഭയ്ക്ക്? ഇതിൽ മാസ്റ്റർ പ്ലാൻ ഇപ്പം 2000 അവസാനിച്ചതാണ്. അതിനു മുമ്പുള്ള മാസ്റ്റർ പ്ലാനിനെ ബേസ് ചെയ്താണ് സംസാരിക്കുന്നത്, ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അതിനാവശ്യമായ സാധ്യതാ പഠനം നടത്തി ഇവിടുത്തെ ചീഫ് ടൗൺ പ്ലാനർക്ക് ഏതാണ്ട് 4-5 കൊല്ലം മുമ്പ് മാസ്റ്റർ പ്ലാൻ നിർമ്മിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി നൽകിയത് കോഴിക്കോട് കോർപ്പറേഷൻ ആയിരിക്കും തോന്നുന്നു. പക്ഷെ അതിൻ്റെ സാധ്യതാ പഠനം നടത്താനും അതിന് തുടർ നടപടി സ്വീകരിക്കാനും എന്തുകൊണ്ടോ നമ്മുടെ ഈ ചീഫ് ടൗൺ പ്ലാനറുടെ ഓഫീസിന് കഴിയുന്നില്ല. അതുകൊണ്ട് മാസ്റ്റർ പ്ലാൻ വന്നിട്ടില്ല. പഴയ മാസ്റ്റർ പ്ലാനിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇതുപോലെ ഉള്ള ചില സാധ്യത യൂട്ടിലിറ്റി സെൻ്ററുകളെ സംബന്ധിച്ചുള്ള ചില ഞങ്ങൾക്കുള്ള ധാരണകൾ വെച്ചുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ CDP വെച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഏതാണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നഗരസഭയുടെ വികസനത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ഇപ്പോൾ എന്താണ് നിലനിൽക്കുന്നത്? നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി ഞങ്ങളുടെ ശുചിത്വം തന്നെയാണ്. ഏറ്റവും വലിയ വെല്ലുവിളി ശുചിത്വം. അത് ഞങ്ങൾ ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി തൃപ്തികരമാണെന്ന് പറയാൻ വയ്യ. അത് നന്നായിട്ട് ചെയ്യാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കണം എന്നാണ്. പാർക്കിംഗ് പ്രശ്നമൊക്കെ എങ്ങനെയാണ് പരിഹരിച്ചത്? പാർക്കിംഗ് പ്രശ്നം ഒരു പ്രധാന ഘടകമാണ്. നഗരത്തിൽ സ്ഥലമില്ല. ഞങ്ങളുടെ റോഡുകളെല്ലാം മറ്റ് നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇടുങ്ങിയ റോഡുകളാണ്. നിങ്ങൾക്കറിയാമല്ലോ, കോഴിക്കോട് ഒരു പുരാതന നഗരമാണ്. ആ പുരാതന നഗരമായതുകൊണ്ട് തന്നെ പല റോഡുകളും ഇടുങ്ങിയതാണ്. ചുറ്റുപാടും കടകളായതുകൊണ്ട് ആ കടകളെല്ലാം പൊളിച്ചു മാറ്റുക എന്നുള്ള എളുപ്പമല്ല. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഈ
പ്രശ്നം സംസ്ഥാന ഗവൺമെൻറ് മുമ്പാകെ വളരെ ഗൗരവമായി പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന പേരിൽ ഞങ്ങളുടെ ആ പ്രോജക്റ്റ് ഉൾപ്പെടുത്തുകയും 150 കോടി രൂപ കോഴിക്കോട് നഗരത്തിൻ്റെ റോഡുകളുടെ വികസനത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചു ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തോടു കൂടി ഒരു സ്പെഷ്യൽ ലാൻഡ് അക്വിസിഷൻ ഇങ്ങനെ വിട്ടുതരാൻ പറഞ്ഞു. അതും ഗവൺമെൻറ് തീരുമാനിച്ചു വന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേഗതയിൽ ലാൻഡ് അക്വിസിഷൻ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാകുമ്പോൾ മാത്രമേ റോഡിൻ്റെ വികസനം പൂർത്തിയാവാൻ സാധിക്കുകയുള്ളൂ എന്ന് തോന്നുന്നത്. നഗരസഭയുടെ പരിധിക്കുള്ളിൽ മുഴുവൻ വൈദ്യുതി രാത്രികാലങ്ങളിൽ മുഴുവൻ കിട്ടുന്ന സമ്പ്രദായം ഉണ്ടോ? സ്ത്രീകൾക്ക് സുരക്ഷിതമായി രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം അവിടെയുണ്ടോ? രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ ഒരു വിഷമമില്ല കോഴിക്കോട് നഗരത്തിൽ. വളരെ മറ്റ് നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ധൈര്യത്തോട് സഞ്ചരിക്കാൻ വേണ്ടി കഴിയുന്ന അവസ്ഥ കോഴിക്കോട്ടുണ്ട്. വൈദ്യുതിയുടെ കാര്യത്തിൽ കോഴിക്കോട് നഗരം, ഇപ്പോഴത്തെ നഗരം പൂർണ്ണമായി വൈദ്യുതീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. വീടുകളിൽ വൈദ്യുതി ഇല്ലാത്ത വീടുകളിൽ അല്പം വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവ കൂടി വൈദ്യുതീകരിക്കാൻ ആവശ്യമായ സംവിധാനവും അതിന് പണവും എല്ലാം അടച്ചു കഴിഞ്ഞു. മിക്കവാറും അല്പം ബാക്കിയുണ്ടെങ്കിൽ ഈ മാസത്തോടെ മെയ് മാസത്തോടെ പൂർത്തീകരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം കൂടി അറിയാനുള്ളത്, ഈ ഇലക്ട്രോണിക് വേസ്റ്റ് അങ്ങനെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന അപകടകരമായിട്ടുള്ള മാലിന്യങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനെ മോണിറ്റർ ചെയ്യാൻ എന്തെങ്കിലും നഗരസഭയ്ക്ക് സംവിധാനമുണ്ടോ? അത് കോർപ്പറേഷൻ്റെ ഹെൽത്ത് വിഭാഗം ഇപ്പോൾ മോണിറ്റർ ചെയ്ത് നടത്തുന്ന സംവിധാനമുണ്ട്. അതിന് പ്രത്യേക സംവിധാനമില്ല. എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ആവശ്യമുണ്ടെന്ന് തീർച്ചയായിട്ടും ആലോചിക്കേണ്ട വിഷയമാണത്. അവിടുത്തെ ജനങ്ങളുടെ ഈ ആഹാരത്തിൻ്റെ കാര്യത്തിലുള്ള സുരക്ഷ, വിശേഷിച്ചും പച്ചക്കറി, പഴം, ഈ പച്ചക്കറിയെല്ലാം നമ്മൾ വരുന്ന 90% പച്ചക്കറിയും അവിടെ വരുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ്. അല്ല, അത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതിലല്ല എനിക്ക് പ്രയാസം. അത് മുഴുവൻ വിഷമാണ്. അത്രയേറെ കീടനാശിനികൾ മുക്കിയെടുത്ത പച്ചക്കറികളാണ് നമ്മുടെ മാർക്കറ്റിൽ മുഴുവൻ ഇരിക്കുന്നത്. ഇത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ, ഇതൊരു കൃഷിയുടെ ഭാഗമല്ല, ഇതൊരു ആരോഗ്യത്തിൻ്റെ ഭാഗമല്ല, ഇത് നമ്മുടെ ഒരു നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. ഇതിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? എനിക്കതിന് തോന്നുന്നത്, ഒരു സജഷൻ ഞാൻ വയ്ക്കുന്നത്, എന്തുകൊണ്ട് നമുക്ക് ഹൗസ് ഹോൾഡ്സിൽ ഒരു ന്യൂട്രീഷൻ ഗാർഡൻ പ്രോഗ്രാം വെച്ചുകൂടാ? ന്യൂട്രീഷൻ ഗാർഡൻ പൂക്കളൊന്നും കൃഷി ചെയ്യാനല്ല, കുറച്ച് ഒരു ചെറിയൊരു പാക്കേജ് കൊടുത്തിട്ട് കുറച്ച് വെജിറ്റബിൾസ് അത് വീട്ടിൽ ഇത് ഉണ്ടാക്കി ഉപയോഗിക്കുന്ന നമുക്ക് ആവശ്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണെങ്കിൽ കൂടി അത് താങ്കൾ വിചാരിച്ചാൽ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ട് അങ്ങനെ അതിനൊരു ക്യാമ്പയിൻ നടത്തിക്കൂടാ? സാധ്യത ഉണ്ടോ? ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതൽക്ക് ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് 750ഓളം റെസിഡൻസ് അസോസിയേഷനുകൾ ഞങ്ങളുടെ കോഴിക്കോട് നഗരത്തിലുണ്ട്. ആ റെസിഡൻസ് അസോസിയേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കറി കിറ്റുകൾ അവർക്ക് വിതരണം ചെയ്തു, വളവും വിതരണം ചെയ്തു. പലർക്കും ഈ ഫ്ലാറ്റുകളിലും അതുപോലെ 2-3 സെൻറ്റോ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് പലപ്പോഴും പച്ചക്കറി കൃഷി ചെയ്യാൻ സാധിക്കില്ല. ഞങ്ങൾ പറഞ്ഞത് ചട്ടിയിൽ കൃഷി ചെയ്യാം, പൂച്ചട്ടിയിൽ കൃഷി ചെയ്യാൻ പറ്റാവുന്ന വെണ്ടയും പയറും അതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ കൃഷി ചെയ്യാൻ പറ്റും. അത്തരം കാര്യങ്ങളടക്കം കൃഷി ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ടും ആ വഴിക്ക് തിരിച്ചുവിടാനുള്ള ഒരു സംവിധാനമാണ് ആലോചിക്കുന്നത്. അതിൽ പറഞ്ഞതുപോലെ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ നടപടിയാണ് പ്രധാനമായും സ്വീകരിക്കുന്നത്. ചില റെസിഡൻസ് അസോസിയേഷനുകൾ ഞങ്ങളുടെ പ്രദേശങ്ങളിലുള്ള, എൻ്റെ വാർഡിൽ തന്നെ ഗ്രീൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ എന്നൊരു സംഘടനയുണ്ട്. അവരെല്ലാ വേനൽക്കാലത്തും അവരുടെ പ്രദേശത്തുള്ള കുറച്ച് വയൽ പ്രദേശങ്ങളുണ്ട്, അവിടെ ജൈവ വളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജൈവ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കാറിൽ ആളുകൾ അത് വാങ്ങാൻ വേണ്ടി അവിടെ വന്ന് ക്യൂ നിൽക്കുകയാണ്. ആ ഒരു രീതി തുടരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും അത് വളരെ ആവശ്യമാണ് എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു നമ്മളെ ഈ റെഗുലർ സർക്കാർ പരിപാടിയായിട്ട് അത് വരരുത്. കാരണം അതിനൊരു സേഫ് വെജിറ്റബിൾ ബ്രിഗേഡ് അങ്ങനെ എന്തെങ്കിലും ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ ഓരോ വാർഡിലും ഉണ്ടാക്കുകയും അങ്ങനെ അതിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് സപ്പോർട്ടും ടെക്നോളജി സപ്പോർട്ടും കൊടുക്കാനായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ സാധാരണ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് എല്ലാം വെറും ഓർണമെൻ്റൽ പ്രോഗ്രാംസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോരെ, കോഴിക്കോട് പോലുള്ള ഒരു പട്ടണത്തിൽ നമുക്ക് ഈ സൗന്ദര്യവൽക്കരണത്തിൻ്റെ കാര്യത്തിലും നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് വളരെ ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യത്തിലും ഇത്രയും വലിയ നേട്ടം നേടാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പുകളെ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലൊരു വലിയൊരു പ്രോഗ്രാമിന് കോഴിക്കോട് തുടങ്ങണം. രണ്ടാമത് എൻ്റെ ഒരു സജഷൻ പറയാനുള്ളത്, ഈ ലാൻഡ് ഈ കാര്യത്തിൽ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ ബോധവാന്മാരാണ്. മാത്രമല്ല സ്കൂളുകളിൽ പച്ചക്കറി കൃഷി ആരംഭിക്കുന്നതിന് ആവശ്യമായ ശ്രമവും ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി കോർപ്പറേഷനിൽ നിന്ന് സബ്സിഡി കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു. അല്ല, ആ പ്രോഗ്രാംസ് എല്ലാം തുടരട്ടെ. പക്ഷേ ഈ ന്യൂട്രീഷൻ ഗാർഡൻ എന്നുള്ള കോൺസെപ്റ്റ്
ഹൗസ് ഹോൾഡ്സിൽ സ്പ്രെഡ് ചെയ്യാനൊരു വലിയ ക്യാമ്പയിൻ നടത്തണം.